അപ്പൊ തുടങ്ങാം. ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം. എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം. വെടിയൊന്നും വെച്ചില്ല, തോക്ക്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ DYSP എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു. കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയി. എനിക്കതാ മനസ്സിലാകാത്തത്. പക്ഷേ അതൊരു ക്രിമിനൽ താവളം. എല്ലാം കള്ളന്മാരാ. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. സതീശൻ മനസ്സിലാക്കേണ്ടത്, സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോകും. സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോകും. ഹീറോ എന്നിട്ടാണോ ജനത്തെ ഭയന്ന് ഇങ്ങനെ അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രിയുടെ അടുത്തു പോകുന്നവർക്കെതിരെ വധശ്രമത്തിന് വരെ കേസെടുത്ത് പേടിത്തൊണ്ടനായി നടക്കുന്നത് എന്ന ചോദ്യം സഖാക്കൾ പോലും ചോദിക്കുന്നു. ഈ തള്ളു കേട്ട് ഒരു സഖാവ് പോലും ആവേശം കൊണ്ടില്ല. ഇങ്ങനെ ഒരുപാട് തള്ള് ഇതിനു മുൻപും സഖാക്കൾക്ക്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ